ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? നമ്മുടെ ഈ സിറ്റിയിൽ മുഴുവൻ എന്താ മറ്റേ രോഗമാണ് ഗൈസ്. ഒരുമാതിരി ഫംഗസ് പോലെ എന്തോ ആണ്. ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അക്ഷരത്തെറ്റുകളെല്ലാം നിങ്ങൾ മറക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ പോവുകയാണ്. എനിക്കറിയാവുന്ന ഒരു നല്ല ഒരാളുണ്ട്, സ്രാച്ചറജൻ ആണ്. ഇതിലാട്ടെ. അപ്പം സ്നാക്ചൻ വിട്ടുകള. അപ്പോൾ ഗൈസ്, നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാനിവിടെ എഴുതി കൊടുത്തേക്കാം. ആണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പേര് രാജപ്പൻ. അപ്പോൾ രാജപ്പൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പം എടാ ഫെലിക്സിനോട് ഞാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു രാജപ്പൻ്റെ അടുത്തോട്ട്. അയ്യോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. വേഗം വാ, പണിയാവും കേട്ടോ. നമ്മൾ രാജപ്പൻ്റെ അടുത്തോട്ട് വേഗം പോവാണ്. വണ്ടിക്ക് കേട്ടോ നമ്മളിന്ന് രാജപ്പൻ്റെ അടുത്തോട്ട് പോകുന്നത്. വന്ന് കയറിൻ്റെ പൊന്ന് അനിയ. വേറെന്തായാലും വിളിക്കാൻ വന്നത്. എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പം ശരിയല്ലേ? അപ്പോൾ നമ്മൾ പോവാണ് നേരെ വേണ്ട, രാജപ്പൻ്റെ അടുത്തോട്ട് തന്നെയാണ് നമ്മൾ വേഗം പോകുന്നത്. വണ്ടിക്കാണ് സ്പീഡും ഇല്ല പണ്ടാര. ഇവിടെ എവിടെയോ ആയിട്ടാണ് നമ്മുടെ രാജപ്പൻ്റെ വീട്. കാടിന് നടുക്കാണ് അവൻ്റെ വീട് കൊണ്ടുവച്ചത്. പട്ടക്കളവൻ ഈ വേറെ ടൗണിലൊന്നും വീട് കിട്ടാനില്ല, സ്ഥലം കിട്ടാനിട്ടാണ് അവൻ കാട്ടിൽ കൊണ്ടുവച്ചത്. മരവും അങ്ങ് ദൂരെ കാണുന്നതാണ് അവൻ്റെ വീട്. അങ്ങ് ദൂരെ ദൂരെ മഴകൾ കടന്ന് ഞാനെത്തി രാജപ്പൻ്റെ തേരോട്ടം, ഇനി തേരോട്ടം രാജപ്പൻ. ഓക്കെ, നമ്മൾ പോവാണ്. എൻ്റെ പൊന്നു ജാക്കി, നീ എന്ത് പാട്ടാടാ. ഞാൻ നിൻ്റെ ചേട്ടനാണ്, അപ്പം ചേട്ടൻ എന്നൊക്കെ വിളിക്കാം. ഫിൽസ് ഇങ്ങോട്ട് വാ. ഓ ചേട്ടൻ, ഞാൻ വരുമോ ചേട്ടാ? അപ്പം ചേട്ടത്തെ വിളിക്കാൻ അറിയാനായിട്ടല്ലേ? എടാ രാജപ്പാ, രാജപ്പോയ്, രാജപ്പോ. എന്താണ് ജാക്കേ, മേളിലോട്ട് വാ. ജാക്കെന്ന് എങ്ങനെ മനസ്സിലായി? പിന്നെ നിൻ്റെ ഈ കാള പോലത്തെ സൗണ്ട് കേട്ട് ഇനി എനിക്ക് മനസ്സിലാവില്ലടാ രാജപ്പാ. കാള അതിൻ്റെ ഓക്കെ. എന്താണ് നീ വന്നേ? നീ അപ്പോൾ ഇവിടെ ഫംഗസ് ഒന്നും വന്ന് നീ അറിഞ്ഞില്ലേ? അതൊക്കെ എപ്പോഴേ അറിഞ്ഞു. ഞാൻ എന്നെ മരുന്നൊക്കെ ആക്കി വെച്ച. ആ മരുന്ന് തരാൻ വേണ്ടി ഒരാളെ കിട്ടാനായിരുന്നു നോക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. നീ താഴെ പോയി നിൽക്കേ, ഞാൻ ചേർത്തിട്ട് വരാം, വിളിക്കാം. ഓക്കേടാ. ഓക്കെ ഗൈസ്, നമ്മൾ താഴെ വന്നിട്ടുണ്ട്. എന്താടാ ജാക്കേ പറഞ്ഞത്? അവൻ മരുന്നൊക്കെ കണ്ടുപിടിച്ചത്, അത് കൊടുത്തുവിടാൻ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കറക്റ്റ് സമയത്താണ് ഞാൻ വന്നിരുന്നത്. അപ്പം എനിക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ടത്. അപ്പോൾ അവൻ ചേർത്തോണ്ടിരിക്കുക. എനിക്ക് തരുപ്പം. ആണോ? എടാ ഇവിടെ കടുവ ഉണ്ടോടാ? ഉണ്ടാവുമായിരിക്കും. അതല്ലേ എനിക്കിത് കടുവ. കടുവ, വാ നോക്കാം. എന്നിട്ട് പറയാ. എൻ്റെ മേ അവൻ ഗർജിക്കുന്ന സിംഹമല്ല. എൻ്റെ മേ ഓടിക്കോ, കടുവ ഓടിക്കാൻ വരുന്നേ, ഓടിക്കോ. അയ്യോ എടാ ജാക്ക് തിണ്ടി, നീ അവിടെ പോടാ, എന്നെ കൂടെ പിടിച്ചടാ. എൻ്റെ സീൻ സാധനം ഓടുന്നു. എടാ ജോക്കെ കൊണ്ട് മാറി നിൽക്കടാ. നമുക്ക് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കടിക്കുന്നു. എന്നെ കടിക്കുന്നേ. അയ്യോ നമുക്ക് പോവാം. ഓടിക്കോ. ഫിക്സ് ചെയ്ത് ഇവിടെ ശരിയാവില്ലടാ, ഓടിക്കോ. എടാ ജാക്കേ, ഇങ്ങോട്ട് വാടാ, മരുന്നായി. മരുന്നായി തന്നെ. എടാ ഫിക്സേ, എന്താണ് ജാക്കേ? ഒന്ന് വാ, മരുന്നായി. അവൻ നോക്കൊണ്ടിരിക്കല്ലേ രാജപ്പൻ. ഇങ്ങോട്ട് വാ. രാജപ്പാ, നീ എവിടെയാ? ഞാൻ മേളില്. ഫെലിക്സ്, ഈ ഫെലിക്സിന് ഇവിടെ ഒന്ന് സ്റ്റക്കാവല്ലോ കേട്ടോ.
ആ എടോ രാജപ്പ എന്തിയാ മരുന്ന്? ആ ഇന്നടാ. ഓക്കെ ഗായ്സ്, നമുക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ കൊണ്ടേ വെക്കും? ഇത് വെച്ചാലേ എല്ലായിടത്തോട്ടും പടരുള്ളൂ. അപ്പം പറ്റിയൊരു സാധനമുണ്ട് വില്ലേജിലോട്ടെല്ലാം പോകുന്നത്. നമ്മൾ ഓടിക്കൊന്നും വേണ്ട, അത് തന്നെ പൊക്കോളും. എന്താണെന്നറിയാമോ? നമ്മൾ സ്വന്തം ട്രെയിൻ. അപ്പം ട്രെയിനിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ട്രെയിൻ വരാറായി തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം വണ്ടി എടുത്ത് പോവാം. വാടാ ജക്കി, ജക്കി വേഗം വന്ന് വണ്ടി കയറി. കയറുമല്ലേടാ ഡാന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു. ഫെലിക്സ്, നിനക്ക് എന്താണ് എൻ്റെ ചേട്ടാന്ന് വിളിച്ചാൽ? അയ്യ, ചേട്ടാന്ന് വിളിക്കാൻ പറ്റിയ സാധനം. ഒന്ന് വണ്ടി എടുത്ത് പോവല്ലേ? ഈ കാലമാടൻ്റെയൊക്കെ ഈശ്വര അനിയനായിട്ട് കിട്ടിയേ. എന്തേലും പറഞ്ഞോ? ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഈ മരക്കാര് ഇവിടെ കൊണ്ട് വെച്ചതെന്ന് പറഞ്ഞെന്നാണേ. കേസ് നമ്മൾ പൊക്കോണ്ടിരിക്കണം. നമ്മൾ ട്രെയിനിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അമ്മേ, അയ്യോ, ട്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. ഞാനെങ്ങോട്ടാ പോകുന്നത്? മാറിപ്പോയി. ഞാൻ പോവാം. ഈ വണ്ടിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഞാൻ പോകണം വിചാരിക്കുന്ന സ്ഥലത്തോട്ടൊന്നും ഇത് പോകുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ട്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് വേഗം പോവാം. ഇത് ഏക്കൂടേക്ക് പണ്ടാര വണ്ടി പോകുന്നത്. ഇപ്പം കടക്കാരൻ ഇറങ്ങി വരും. ഓടിക്കോ. ചുമയാണ് ഗൈസ്, എന്ത് ചെയ്യാനാ. ഓക്കെ, റെയിൽവേയുടെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പോയില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എന്ത് കേസ്, ഭയങ്കര മഴയാണ്. എന്താ പറയുക, നമ്മൾ ഈ വണ്ടി എടുത്ത് വേറെ വണ്ടിയില്ല, ഈ വണ്ടി എടുക്കണം. ഫിക്സ് എവിടെ സമയം നിൽക്കാം. ട്രെയിൻ വരട്ടെ, മാപ്പ് എടുത്ത് നോക്കട്ടെ ട്രെയിൻ വരാറായെന്ന്. മാപ്പ് എന്ത് കാണുന്നില്ലല്ലോ. സമയം വട്ടം കറട്ടെ. ട്രെയിൻ അല്ലേ, ഇപ്പോൾ മാപ്പ് എടുത്തോണ്ട. ട്രെയിൻ നോക്കാം. ഇപ്പം എത്തും ഗൈസ് ട്രെയിൻ. ഇതാ വരുന്നു. ട്രെയിൻ ഇതാ ഓടുന്നു, ചാടുന്നു, ഓടുന്നു. ഓക്കെ, ഇപ്പം ട്രെയിൻ എത്തും ഗൈസ്. കേസ് വേഗം ഓടിപ്പിടിച്ച് പോവാം. അതാ ട്രെയിൻ വരുന്നു. ട്രെയിനിതാ വന്നു. ട്രെയിൻ വന്നപ്പോൾ മഴയും ബേസ് ഏതാ ടൈമിങ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് കയറാം. നമുക്ക് ഒട്ടിരിക്കാം. അപ്പം കയറാം വേഗം. അയ്യോ, ഇതേത് സ്ഥലം? അയ്യോ, ഞാൻ ചത്തേ. എടാ ഫിക്സേ, ഇയാളെന്ത് കാണിക്കുന്നു? ഞാനിപ്പോൾ വരാം. ഇവിടെ മരുന്നൊക്കെ. ചേട്ടാ എവിടെ പോവാ? ഞാൻ ഒന്ന് കാസർഗോഡ് വരെ. ഓക്കെ. അപ്പം ഗൈസ്, എന്നാൽ ഒരു കാര്യം കൂടെ ചെയ്യണം ഗൈസ്. നിങ്ങളെല്ലാം ഏത് ജില്ലയിലാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം കാസർഗോഡുള്ളവരെല്ലാവരും ഫയർ ഇമോജി ഗൈസ്. കണ്ണൂരുള്ളവർ ഹാർട്ട് ഇട്ടോ, റെഡ് ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.